എല്ലാവർക്കും നമസ്കാരം. ചാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. The World, Chariot, 10 of Wands, Moon, 9 of Cups, Wheel of Fortune. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കാർഡാണ്. അതേപോലെ ചാരിയറ്റ് എനർജി നിങ്ങളുടെ ജീവിതത്തില് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ശുഭവാർത്ത കേൾക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ ജീവിതത്തിൽ ഉള്ള ഒരു സന്തോഷ വാർത്തയാണ് കാണിക്കുന്നത്. അപ്പോൾ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ പ്രഗ്നൻസി സിറ്റുവേഷൻ ആയിരിക്കാം, പ്രഗ്നന്റ് ആവുന്ന ഒരു സാഹചര്യം, അതിന്റെ ഒരു സന്തോഷ വാർത്ത, ഒരു ഗുഡ് ന്യൂസ് ആവാം. അല്ലെങ്കിൽ മക്കളെ സംബന്ധിക്കുന്ന രീതിയിൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും വലിയൊരു അഭിനന്ദനീയമായിട്ടുള്ള ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ചിലപ്പോൾ പുതിയൊരു ജോലി ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു പൊസിഷൻ, ഒരു മാനേജറൽ പൊസിഷനിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു അവാർഡ്, അവർക്കുള്ള ഒരു വലിയ അംഗീകാരം ലഭിക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മക്കളെ കൊണ്ട് ഒത്തിരി അഭിമാനം തോന്നിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ചില ആളുകൾക്ക് മക്കളുടെ വിവാഹം തീരുമാനമാകുന്നുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷവും ആകാം. അതിൻ്റെതായിട്ടുള്ള ഒരു ശുഭവാർത്ത, കുറച്ച് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം, അത് സാധ്യമാകുന്നു. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ അടുത്തേക്ക്, ഇത് മക്കളെ വിദേശത്തുള്ളവരാണെങ്കിൽ മക്കളുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നതിന്റെ ഒരു സന്തോഷമാകാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒത്തിരി നല്ല സമയമാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് ചീത്ത സമയം എന്നുള്ളതല്ല, അവർക്കും നല്ല സമയം തന്നെയാണ്. വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോയിട്ട് പഠിക്കാനുള്ള അവസരം സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒത്തിരി സാധ്യതകൾ, മുന്നേറാനായിട്ട് ഒത്തിരി അവസരങ്ങൾ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ അത് നേടുന്ന അതിന്റെ ഒരു അച്ചീവ്മെന്റിന്റെ സന്തോഷമാണ്. പിന്നെ വാഹനയോഗം സൂചിപ്പിക്കുന്നു. അപ്പൊ സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. വാഹനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബൈക്കോ കാറോ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഒരു സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ചില ആളുകളെ സംബന്ധിച്ച് ഒരു ബിസിനസ് സാധ്യമാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഡ്രൈവിംഗ് ചെയ്തിട്ടുള്ളവരാണ്, ഡ്രൈവർ ആയിരുന്നു എങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളൊരു വാഹനം വാങ്ങിച്ചത് വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് സ്വയം ഓടിച്ച് ആ ഒരു തൊഴിൽ തന്നെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിച്ചിട്ട് ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഇതുവരെ നിങ്ങളെ ശങ്കിച്ചു നിന്നിട്ടില്ല. അതായത് മുന്നോട്ടേക്ക് പോകാൻ ഒരു ശങ്കയാണ്, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള സ്വയം ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നെങ്കിൽ ആ വിശ്വാസക്കുറവൊക്കെ ഇപ്പൊ മാറുന്നുണ്ട്. സ്വയം നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്ത് കാണിക്കും എന്നുള്ളൊരു രീതിയും ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധ്യമാകുന്നുണ്ട്. തടസ്സങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ നല്ല രീതിയിൽ, ചലഞ്ചസ് ഒക്കെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ തടസ്സമൊന്നുമില്ലാതെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് ദൈവാനുഗ്രഹത്താൽ എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 10 of Wands ആൻഡ് മൂൺ എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങൾ മഹാദേവനെയാണ് ആരാധിക്കേണ്ടത്, ശിവനെ ആരാധിക്കുക. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോവുകയും ശിവന് കൂവളമാല അർപ്പിക്കുന്നതും നല്ലതായിരിക്കും. അതേപോലെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ്. ചന്ദ്രനെയും ആരാധിക്കുക. ചന്ദ്രന്റെ നവഗ്രഹ സ്തോത്രത്തിൽ ചന്ദ്രന്റേതായിട്ടുള്ള ഭാഗം വായിക്കുക. ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു മാസത്ത് ന്യൂ മൂൺ സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാം, ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഫുൾ മൂൺ റിലേറ്റഡ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനും ചെയ്യാം. അത് മാനിഫെസ്റ്റേഷൻ സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, മൂൺ മാനിഫെസ്റ്റേഷൻ, അത് നോക്കാവുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ചില ആളുകൾ മക്കള് നിങ്ങളോടൊപ്പം ആണെങ്കിൽ നിങ്ങൾ മക്കളെ ബോർഡിങ്ങിൽ അഴിച്ചു പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത്
എവിടെയെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്താണെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ നാട്ടിൽ നിർത്തി പഠിപ്പിക്കാൻ, ബോർഡിങ്ങിൽ നിർത്തി പഠിപ്പിക്കാനോ അങ്ങനെ എന്തോ ഒരു കുട്ടികളെ മാറ്റി നിർത്തി പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വേറെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൂടി ഈ ഒരു മാസത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ഒരു പൂർണ്ണതയില്ലായ്മ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നിങ്ങൾ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആണ് നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രനെ ആരാധിക്കുക എന്നുള്ളത്. ഒന്ന്, എല്ലാത്തിനും ഒരു ചാഞ്ചല്യമാണ്, ഒരു ഉറപ്പില്ല, ഒരു തെളിച്ചമില്ല മുന്നോട്ടേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, അത് ശരിയോ തെറ്റോ എന്നുള്ളതിന്റെ പുറകെ അമിതമായിട്ടുള്ള ആലോചന പോവാതിരിക്കുക, വേണ്ടുന്ന രീതിയിൽ ആലോചിക്കുക, വ്യക്തമായിട്ട് ആലോചിക്കുക തന്നെ ചെയ്യുക. പക്ഷേ അത് കാട് കയറി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒരു തീരുമാനം പൂർണ്ണമായിട്ടും എടുക്കാൻ പറ്റുന്നതിന് നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ സഹായം തേടുക. അത് ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങൾ മനസ്സറിഞ്ഞ് ഏറ്റവും വിശ്വസിക്കുന്ന വ്യക്തി, നിങ്ങളുടെ സുഹൃത്താകാം, നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം, നിങ്ങളുടെ പാരന്റ്സ് ആവാം, ആര് വേണമെങ്കിലും ആകാം. അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു സഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. ചില ആളുകൾ ചെറിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഈ ഒരു മാസത്തിന്റെ മധ്യത്തിൽ ഒരു 15-ാം തീയതിയൊക്കെ ആവുമ്പോൾ ഉണ്ടായേക്കാം. അധികം നാളത്തേക്ക് ഉണ്ടാവില്ല, കുറച്ച് ദിവസത്തെ ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും ചെറിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പരിതസ്ഥിതി അത്ര നല്ലതല്ലായിരിക്കും ആ ഒരു സമയത്ത്. അപ്പോൾ ചിലപ്പോൾ കടം മേടിക്കേണ്ടി വന്നേക്കാം, സുഹൃത്തുക്കളിൽ നിന്നോ മറ്റോ കടം മേടിച്ച് തൽക്കാലം കാര്യങ്ങൾ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് സന്നിധമാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ അറിയാമെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്വരൂപിക്ക് വയ്ക്കുകയോ പണം സ്വരൂപിച്ച് വയ്ക്കുകയോ സേവ് ചെയ്തു വയ്ക്കുകയോ മറ്റോ ചെയ്താൽ ഇത് നല്ലതായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ 9 ഓഫ് കപ്സ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് പ്രഗ്നൻസി സിറ്റുവേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ജീവിതത്തിൽ പ്രഗ്നൻസി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നു. കുടുംബം പൂർണ്ണമായി എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു മാസം അവസാനം നിങ്ങൾ മാസത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലുമാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങളിലും സന്തോഷം തന്നെയുണ്ട്, പക്ഷെ ഏറ്റവും അതായത് ഈ ഒരു മാസത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ ചില ശുഭവാർത്തകൾ നിങ്ങൾ കേൾക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമുള്ള സമയമാണ്. ഈ പ്രഗ്നൻസി ആയിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അത് കൂടുതലായിട്ടും. അതുപോലെ മറ്റു പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ട്വിൻസ് ആവാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്, ഇരട്ടി മധുരം എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമായിട്ടിരിക്കുന്ന സമയമാണ്. ആ ഒരു സന്തോഷം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ചില ആളുകളെ അകറ്റി നിർത്താം എന്നുള്ളത്. അപ്പോൾ ആ ഒരു തീരുമാനം എന്ന് പറയുന്ന ഒരു പക്ഷേ നിങ്ങൾ ജീവിത പങ്കാളികൾ തീരുമാനിച്ച ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ അതുമായിട്ട് ഒത്തുപോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ആ ഒരു തീരുമാനം അവരെ അറിയിക്കുക. ഇത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു സമാധാനത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കുക അവരെ. കാരണം ബന്ധനങ്ങളാണ് പലപ്പോഴും എല്ലാവരിലും അല്ല, ചില ആളുകൾ അതറിഞ്ഞിട്ടും ബന്ധങ്ങളില്ലെങ്കിൽ വേറൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റി ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു വലിയ ചർച്ച തന്നെ കുടുംബത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി തീരുമാനമെടുക്കുക എന്ത് തന്നെ ആയാലും. അതേപോലെ തന്നെ വളരെ ഭാഗ്യമുള്ള സമയം പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാനത്തിൽ കാണിക്കുന്നത് ലോട്ടറി ഭാഗ്യം ഉണ്ടാകാം, അല്ലെ സമ്പാദ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ധനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗ്യമാണ് കൂടുതലായിട്ട്. അല്ലാത്ത കാര്യങ്ങളിലും പൂർണ്ണമായിട്ടുള്ള ഭാഗ്യമുണ്ട്. എന്നിരുന്നാലും പെട്ടെന്ന് ധനലാഭം കാണിക്കുന്നുണ്ട് പല രീതികളിൽ. ചില ആളുകളിലും നിങ്ങളുടെ വസ്തുവകകളൊക്കെ പുതിയ വസ്തുക്കൾ വാങ്ങിക്കാനോ പലതും വിറ്റുപോയി സാമ്പത്തിക വരവുണ്ടാകാനുള്ള സാഹചര്യം. അതുപോലെ ഇൻഹെറിറ്റൻസ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വത്ത് വകകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമൊക്കെ സന്നിധമാകുന്നതായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.